കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 2 മൈതാനങ്ങളുണ്ട്. അതിലൊന്ന് വർഷത്തിന്റെ മിക്ക സമയം വലിയൊരു ജലാശയമായിരിക്കും. സമീപത്തെ ജലനിരപ്പിനെ സ്വാധീനിക്കുന്നത് ഈ ജലാശയമാണെന്ന് മനസ്സിലാക്കിയ സ്കൂൾ അധികൃതർ അത് വറ്റിച്ചു കളയാൻ മുതിർന്നില്ല. പകരം നീന്തൽ പരിശീലനത്തിനും മത്സ്യകൃഷിക്കുമായി അത് ഉപയോഗിച്ചു. കുട്ടികളുടെ കായിക പരിശീലനത്തിനായി മറ്റൊരു മൈതാനം പണിയുകയും ചെയ്തു. നമുക്ക് സ്വാഗതം ചെയ്യാം മലപ്പുറം ജില്ലയിലെ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഈ വേദിയിലേക്ക്. ഇനി കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങൾ. ആയുർവേദത്തിന്റെയും ഫർണിച്ചറിന്റെയും നാട്ടിൽ പ്രശസ്തി കൊണ്ടും പെരുമ കൊണ്ടും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ വിദ്യാലയമാണ് ഞങ്ങളുടേത്. 1920 സാമൂതിരി രാജവംശത്തിലെ മാനവേദൻ രാജ സ്ഥാപിച്ച ഈ വിദ്യാലയം 1978 സർക്കാർ സ്ഥാപനമായി. 3000-ഓളം വരുന്ന വിദ്യാർത്ഥികളും 100ഓളം വരുന്ന അധ്യാപകരും ഈ വിദ്യാലയത്തിലുണ്ട്. മുൻ കേരള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ UA ബീരാൻ സാഹിബ്, പ്രശസ്ത സാഹിത്യകാരനായ OV വിജയൻ, പത്മഭൂഷൺ ഡോക്ടർ PK വാര്യർ, മുൻ ഇന്ത്യൻ അംബാസിഡർമാരായിരുന്ന MK വെള്ളോടി, MA വെള്ളോടി, റിട്ടയർഡ് കർണാടക DGP KCK രാജ, സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായിരുന്ന KCK രാജ തുടങ്ങിയവർ ഈ വിദ്യാലയത്തിന്റെ ശിഷ്യസമ്പത്താണ്. സർ, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 13 ഏക്കറിൻ്റെ വിസ്തൃതിയിൽ പാഠ്യവും പാഠ്യേതരവും കലയും കായികവും ആയ പ്രവർത്തനങ്ങളുടെ മികവിലൂടെ നല്ല സമ്പന്നമായ ഒരു തലമുറയെ സമൂഹത്തിന് നൽകാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി അക്ബർ സർ. കുട്ടികളോടാണ് ആദ്യം ചോദിക്കാനുള്ളത്. രമ്യ ആരാണ്? രമ്യക്ക് എന്തെങ്കിലും ഒരു ഉത്തരം പറയണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയാണെന്ന് കണ്ടാലറിയാം. അതുകൊണ്ടാണ് ഞാൻ രമ്യയെ തന്നെ തിരഞ്ഞെടുത്തത്. രമ്യ, ഈ ആട്ടക്കഥ എന്ന് പറയുന്ന സാഹിത്യ രൂപം നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ? അപ്പോൾ അതിൻ്റെ ഈ ദൃശ്യരൂപമാണ് എന്ത്? കഥകളി. ഈ കഥകളി കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ? എവിടെന്നാണ് കഥകളി? അതിൻ്റെ മുദ്രകളൊക്കെ ഞങ്ങൾക്ക് ടീച്ചർ ക്ലാസ് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ ടീച്ചർ അഭിനയിച്ച് കാണിച്ചോ? ടീച്ചർ അഭിനയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താ ടീച്ചറുടെ പേര്? ശ്രീകുമാരി ടീച്ചർ. ശ്രീകുമാരി ടീച്ചർ. എങ്ങനെ ജയശ്രീ ടീച്ചർ കഥകളി നടത്തിയോ ക്ലാസ്സിൽ? നടത്തി. ടീച്ചർ നടത്തി. ടീച്ചറെ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു തന്നു. ടീച്ചർക്ക് അറിയാവോ കഥകളി? അറിയാം. അറിയാം. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ടീച്ചർ കലാമണ്ഡലത്ത് പോയി കഥകളി പഠിച്ചിട്ടുണ്ടെന്ന്. ടീച്ചർ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അപ്പോൾ ഈ കഥകളി നടന്മാരെ കുറിച്ച് അതുപോലെ തന്നെ ഈ ആചാര്യന്മാരെ കുറിച്ച് ഒക്കെ നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനത്തെ കുറച്ച് പേരുകൾ പറയൂ. കോട്ടക്കൽ തന്നെയുള്ള കോട്ടക്കൽ ശിവരാമൻ, പിന്നെ ശ്രീ കോട്ടക്കൽ മധു, പിന്നെ കോട്ടക്കൽ കേശവൻ, കോട്ടക്കൽ ശ്രീധരൻ, കോട്ടക്കൽ ചന്ദ്രശേഖരൻ. കഥകളിയെ അടിസ്ഥാനമാക്കിയിട്ട് മലയാളത്തിൽ പ്രസിദ്ധമായ ഒരു ഡോക്യുമെൻ്ററി ഈ ലോക സിനിമയിൽ തന്നെ സ്ഥാനം മലയാളത്തിന് നേടിത്തന്ന ഒരു സംവിധായകൻ ചെയ്തിട്ടുണ്ട് കഥകളിയിലെ ഒരു പ്രമുഖനെ കുറിച്ച്. അതുപോലെ തന്നെ ഒരു വലിയ നടൻ കഥകളി നടനായിട്ട് അഭിനയിച്ച ഒരു സിനിമ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മളെ ലാലേട്ടൻ അഭിനയിച്ചൊരു പടമില്ലേ? ഏതാത് കഥകളി നടനായിട്ട് കഥകളി അഭിനയിച്ച ഏതായിരുന്നു സിനിമ? സിനിമ എനിക്ക് ഓർമ്മയില്ല. കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ നന്നായിട്ട് അഭിനയിച്ചോ? നന്നായിട്ട് അഭിനയിച്ചു അല്ലേ? അപ്പൊ ഡോക്യുമെന്ററി കണ്ടിട്ടില്ല അല്ലേ? ഡോക്യുമെന്ററി ഞാൻ സിനിമ. അടൂർ ഗോപാലകൃഷ്ണൻ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം അടൂർ സാറ് വളരെ പ്രസിദ്ധമായ സാധനം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അധ്യാപകന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക. സ്കൂൾ കാണിക്കാൻ അവസരമുണ്ടെങ്കിൽ കാണിക്കാൻ പറയുകയും ചെയ്യുക കേട്ടോ. 10ാം ക്ലാസ്സിലാണല്ലേ? ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ ഘട്ടം കഴിയാൻ പോവാണല്ലേ? അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ ലോകം? എന്താണ് ഈ ലോകത്തെപ്പറ്റി ഒരു സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ? നമ്മുടെ നാട്, നമ്മുടെ ജീവിതം, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, സന്തോഷം തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? എൻ്റെ
സ്കൂളത്തെ ജീവിതം അത് വെറുതെ, അത് ടീച്ചർമാരുള്ളതുകൊണ്ട് പറയാണ്. സത്യമല്ല, ടീച്ചർമാരോട് പറയാം. മനസ്സിലാവും, അതൊക്കെ എനിക്ക് കേട്ടാ മനസ്സിലാവും. അത് ടീച്ചർമാരുള്ളതുകൊണ്ടാണ്. അല്ലാതെ എന്തുണ്ട്? കൂട്ടുകാരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകള്, പിന്നെ ഇങ്ങനെ പഠനവുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും എല്ലാം ഈ പഠനം, ഈ ഹരിത വിദ്യാലയത്തിൽ വരുന്ന കുട്ടികളെല്ലാം ഈ പഠനം. പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഹൈസ്കൂളിൽ ഹരിതസേനയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പുറത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയൊരു സാറ് പറഞ്ഞു തന്നതാണ്. അത് ഞാൻ കണ്ടു. അതെ അതെ അതെ. എനിക്കിപ്പോൾ ഒരു സങ്കടം തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു പേടി തോന്നിയിട്ടുള്ളത് മുമ്പോട്ട് ജീവിക്കുമ്പോൾ എന്തായിരിക്കും, നല്ല ജോലി കിട്ടുമോ, അങ്ങനെ എന്തെങ്കിലും ഉത്കണ്ഠ തോന്നിയിട്ടുണ്ടോ? പേടി തോന്നിയിട്ട്. എന്ത് പേടിയാ തോന്നിയിട്ടുള്ളത്? SSLC പരീക്ഷ. SSLC പരീക്ഷയോ? അയ്യോ, അത് പരീക്ഷ പോലും ഇല്ലാതാക്കുമല്ലേ, എന്നിട്ട് പേടിക്കുന്നോ? അപ്പം നിങ്ങൾ കുറേ എന്താണ് ഹരിതാഭം ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉത്കണ്ഠകൾ തോന്നിയിട്ടുണ്ടോ? ഉത്കണ്ഠ തോന്നിയിട്ടുണ്ട്. എന്താണ് തോന്നിയിട്ടുള്ളത്? പ്രകൃതിയായിട്ട് ഇങ്ങനെ കൂടുതൽ അടുക്കുമ്പോൾ ഇങ്ങനെ കൂടുതൽ അറിയാനുള്ള ഒരു ആകാംക്ഷ വന്നിട്ടുണ്ട്. ആകാംക്ഷ, അത് ഉത്കണ്ഠ അല്ലല്ലോ. ഉത്കണ്ഠ വേറെ, ആശങ്ക വേറെ. എന്താണ് വിഷ്ണുപ്രസാദ്? ഇപ്പം നമ്മൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ കൃഷി നമ്മുടെ പാഠ്യഭാഗത്തിലുണ്ടല്ലോ. അപ്പം ഈ കൃഷി ഞങ്ങൾ പ്രാവർത്തികമാക്കിയതാണ് ഹരിതസേനയിലൂടെയുള്ള ഇത്. അപ്പം അതിൽ ഞങ്ങൾക്ക് പഠനത്തിനെ ഇതായിട്ട് ബന്ധിപ്പിക്കാനൊക്കെ ഞങ്ങൾക്ക് ഇതായിട്ട് സാധിച്ചിട്ടുണ്ട്. എങ്ങനെ ബന്ധിപ്പിക്കാൻ സാധിച്ചു? അല്ല, ഈ കൃഷിയുടെ പുതിയ പുതിയ രീതികളൊക്കെ നമ്മൾ ഈ പാഠ്യപദ്ധതിയിൽ പഠിക്കുമ്പോൾ അത് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന്. അതിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കിയോ? ഞങ്ങൾ പഠിച്ച ഏതെങ്കിലും മെഷീൻ ഉപയോഗിച്ചോ? നിങ്ങൾ പഠിച്ച ഏതെങ്കിലും കീടനാശിനികൾ? മണ്ണിര കമ്പോസ്റ്റ് കൃഷിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സ്കൂളിൽ നിർമ്മിച്ചു. മാത്രമല്ല പഠിക്കുന്ന, പക്ഷെ ആ പാഠത്തിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ പഠിക്കാനല്ലേ. അതിനുപയോഗിക്കുന്ന മെഷീൻസ് ഉണ്ട്, അതിനുപയോഗിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ട്, കീടനാശിനികളെ കുറിച്ചുണ്ട്. ഞങ്ങൾ കീടനാശിനികളൊന്നും ഞങ്ങളുടെ കൃഷിയിൽ ഉപയോഗിക്കാറില്ല. എന്നാലും കീടങ്ങൾ വരുമ്പോൾ അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? ജൈവവളങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. വളം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജൈവമായിട്ടുള്ള കീടനാശിനികൾ നശിപ്പിക്കാനുള്ളതൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ്. എന്താണ് ഉപയോഗിച്ചത്? പുകയില കഷായം. ശരി. ഞാൻ കുട്ടികളോടാണ് ചോദിക്കുന്നത്. ഞാൻ 2 കാര്യങ്ങൾ പറയാം, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നോട് പറയണം. കുട്ടികളെ നിങ്ങളുടെ 1ാമത്തെ ഉത്തരവാദിത്തം പഠിക്കുക എന്നാണ്, 2ാമത്തേതും പഠിക്കുക, 3ാമത്തേതും പഠിക്കുക. അതൊരാൾ പറഞ്ഞ കാര്യമാണ്. വേറൊരു കാര്യം കൂടെ പറയാം. രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നല്ല നോക്കേണ്ടത്, നിങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു നോക്കണമെന്ന്. ഇത് രണ്ടും ആരാ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ആര് പറഞ്ഞതാണെന്ന് പറയാൻ പറ്റുമോ? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം അസംബ്ലിയിൽ സ്ഥിരം പറയാറുള്ള കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇനി സ്കൂളിൽ പോയിട്ട് ചോദിക്കണം. ഈ 2 കാര്യങ്ങളും നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പം വളരെയധികം ഹെഡ് മാസ്റ്റേഴ്സ് ഓരോ അസംബ്ലിയിലും പറഞ്ഞു തരാറുണ്ടായിരുന്നു. ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിലേതിനോടാണ് നിങ്ങൾ യോജിക്കുന്നത്? അല്ലെ 2നോടും യോജിക്കുന്നോ? 2ഉം യോജിപ്പിച്ച് വേണോ ഒരു സ്കൂൾ കൊണ്ടുപോകാൻ? എന്താ അഭിപ്രായം പറയൂ. 2നോടും ഞാൻ യോജിക്കുന്നു. കാരണം ഈ 1ാമത്തെ ഇത് എടുക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ അറിയാം, കുറേ കാര്യങ്ങൾ അറിയാത്തതുണ്ട്. അപ്പം പഠിക്കുക എന്നുള്ള കാര്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. പിന്നെ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചില ആൾക്കാരൊക്കെ നമുക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം ചെയ്യില്ല, പക്ഷേ ബാക്കിയുള്ളവരെ കുറ്റം പറയുകയും ചെയ്യും. ഇവരൊക്കെ ഭരണത്തിൽ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്തെന്ന് ആലോചിക്കേണ്ടത്. വളരെ നന്നായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ സ്കൂൾ കൊണ്ട് സമൂഹത്തിന് എന്ത് നേട്ടം ഉണ്ടായിട്ടിരിക്കുന്നത്? ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ പല പൂർവ്വ വിദ്യാർത്ഥികളും സമൂഹത്തിൽ വളരെ നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരുണ്ട്. അവരൊക്കെ അങ്ങനെ ഒരാൾ മോൻ്റെ കൂട്ടുകാരന് മൈക്കൊന്ന് കൊടുത്തേ. മോൻ അറിയാവുന്ന ഏതെങ്കിലും ചേട്ടന്മാരോ ചേച്ചിമാരോ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടോ ഇപ്പം മോൻ അറിയാവുന്നത്? എൻ്റെ ചേച്ചി ലക്ഷ്മിപ്രിയ എന്നാണ് പേര്. എൻ്റെ ചേച്ചീൻ്റെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ MBBSന് മദ്രാസ് മെഡിക്കൽ കോളേജിൽ ഓൾ ഇന്ത്യയിൽ 81ാം റാങ്ക് കിട്ടിയിട്ട് അവിടെ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളിലെ പല കുട്ടികൾക്കും കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പുരസ്കാരങ്ങൾ കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പുരസ്കാരം
കിട്ടുന്ന രചനകൾ, പ്രബന്ധങ്ങൾ എല്ലാ കുട്ടികളും അതിനെപ്പറ്റി അറിയാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം അവിടെ ഉണ്ടോ? രചനകൾ ആ പുരസ്കാരം കിട്ടിയ പ്രബന്ധമാകാം, രചനയാകാം, അത് എല്ലാ കുട്ടികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് എന്താണ് വിഷ്ണു പ്രസാദ്, ഇങ്ങനെ ഈ കഴിഞ്ഞ വർഷം പുരസ്കാരം കിട്ടിയ ഏതെല്ലാം വർക്ക് അറിയാം, പ്രവർത്തനങ്ങൾ അറിയാം? കഴിഞ്ഞ കൊല്ലം പുരസ്കാരം കിട്ടിയത് ഹരിതസേനയുടെ ഒരു പ്രവർത്തനമാണ്. പിന്നെ ഗലീലിയോ ലിറ്റിൽ സയന്റിസ്റ്റിന്റെ പ്രവർത്തനം കഴിഞ്ഞ കൊല്ലം സംസ്ഥാന തലം വരെ ഞങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ വായനയുടെ ലോകം കഴിഞ്ഞതിന് മുമ്പിത്തെ കൊല്ലം ദേശീയ തലം വരെ ശ്രദ്ധയാകർഷിച്ചു. ഈ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിൽ നിങ്ങളുടെ കുട്ടികളുടെ പ്രബന്ധം ഏതെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ എന്ത് പ്രബന്ധമായിരുന്നു അത്? ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇല്ല, എന്നാലും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി അവിടെ പങ്കെടുത്തു, അവതരിപ്പിച്ചു. എന്തായിരുന്നു അയാളുടെ പ്രവർത്തനം എന്നുള്ളതിനെ പറ്റി അറിയണം തോന്നിയില്ല? ശാസ്ത്ര ശാഖകളെ പറ്റിയിട്ടൊക്കെ ഉള്ള സെമിനാറുകളായിരുന്നു. അതെ, സെമിനാറിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പോയ കുട്ടികളെ എന്താണ് അവതരിപ്പിച്ചതെന്ന് അറിയാനായിട്ട് എന്താണ് രമ്യ അന്വേഷിച്ചോ? ഇവിടെ നിന്ന് ഒരു കുട്ടി അവിടെ പോയി ഒരു പ്രബന്ധം അവതരിപ്പിച്ചു, എന്താ അയാൾ ചെയ്തത് എന്നറിയാനൊരു മോഹം ഉണ്ടായില്ലേ? ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് ചെയ്യുന്നയാൾ മാത്രം അറിഞ്ഞാൽ മതിയോ? ഡിനെറ്റ് ചാർലി എന്ത് പറയുന്നു? ആർക്കെങ്കിലും ഇങ്ങനെ ഇവിടുന്ന് നിങ്ങളുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ചിട്ട് പോയിട്ട് എന്ത് പ്രബന്ധമാണ് അവതരിപ്പിച്ചതെന്നുള്ളത് അറിയാമോ ആർക്കെങ്കിലും? കഴിഞ്ഞ കൊല്ലം സംസ്ഥാന വരെ പോയി ഇല്ലേ? അപ്പം നല്ല വർക്കായിരിക്കണമല്ലോ. ആർക്കെങ്കിലും പറയാമോ? പ്രവീണിന്. ലിറ്റിൽ സയന്റിസ്റ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ദൂരദർശൻ ക്യൂസിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതെ, ഈ പ്രബന്ധം, ശാസ്ത്ര പ്രബന്ധം അവതരിപ്പിക്കാനാണല്ലോ പോയത്. അതൊക്കെ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ ഗുണം കിട്ടണം. നമ്മൾ ഈ പ്രൈസ് കിട്ടാൻ സാധ്യതയുള്ള കുട്ടികളെ അങ്ങ് പുഷ് ചെയ്തിട്ട് അവർ പോയി പ്രൈസും ഗ്ലോറിയും സ്ഥാപനത്തിൽ കൊണ്ടുവരിക എന്നത് പ്രധാനമാണ്. പക്ഷേ അതിൽ എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടണം. ആ തരത്തിൽ അതിനെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കണം. അത് മാത്രമേ എനിക്ക് നിർദ്ദേശിക്കാനുള്ളൂ. നിങ്ങൾ വെളിമുക്ക് ചാലിയിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അധികം ദൂരമല്ലാത്ത നിങ്ങളുടെ സ്കൂളിൽ നമ്മളെ ചേളാരി അങ്ങോട്ട് വരുമ്പോൾ വെളിമുക്ക് എന്നൊരു സ്ഥലമുണ്ട്, വെളിമുക്ക് ചാലി. പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആയിരക്കണക്കിന് പക്ഷികൾ, ദേശാടന കിളികൾ വരുന്ന വെളിമുക്ക് ചാലിയിൽ എപ്പോഴെങ്കിലും ഹരിതസേനയോ അതിൻ്റെ കുട്ടികളോ മാഷന്മാരുമായിട്ട് പോയിട്ടുണ്ടോ? കൊണ്ടുവരുന്നുണ്ടോ മാഷേ? പോയിട്ടില്ല. തൊട്ടടുത്തുള്ള സ്ഥലമാണ്, അധികം ദൂരമില്ല. ഓക്കെ. അതുപോലെ തൊട്ടടുത്തുള്ള കടലുണ്ടി പോയിട്ടുണ്ടോ നിങ്ങൾ? പക്ഷികൾ ധാരാളം വരുന്ന കടലുണ്ടിയിൽ ഈ വംശനാശം ഭീഷണി നേരിടുന്ന പക്ഷികൾ പോയിട്ടുണ്ടോ? കടലുണ്ടിയിലും പോയിട്ടില്ല. പക്ഷേ ഹരിതസേന ഇങ്ങനെയാ പോരാ. കുട്ടികൾ ആ ചുറ്റുവട്ടത്തെ വെളിമുക്ക് ചാലി, കടലുണ്ടി, ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് പോയി കാണണം. കഥകളി ആസ്വാദന ക്ലബ്ബ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് പറയുന്നു. എന്താണ് അതെങ്ങനെയാണ് നടത്തുന്നത്? അത് വിദ്യാരംഗത്തിൽ കഥകളിയിൽ എന്തൊക്കെയാണ് ആസ്വദിക്കുന്നത്? സംഗീതം, അഭിനയം, മുദ്ര, ഏതാണ് ആസ്വദിക്കുന്നത്? ഞങ്ങൾ എല്ലാതും ആസ്വദിക്കുന്നുണ്ട്. കഥകളി വേഷങ്ങൾ എന്തൊക്കെയാ ആസ്വദിക്കുന്നത്? പച്ച, കത്തി, കരി, താടി, അങ്ങനെ കുറെ വ്യത്യസ്ത വേഷങ്ങളുണ്ട്. മുദ്രകളാണെങ്കിൽ ആംഗികം, വാചികം, ആഹാര്യം, അങ്ങനെ വ്യത്യസ്ത മുദ്രകളും വേഷവിധാനങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അധ്യാപക ടീച്ചർ ഞങ്ങൾക്ക് ചില മുദ്രകളെല്ലാം ഞങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നിയ ചില മുദ്രകളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കോട്ടക്കല് ആര്യവൈദ്യശാലയുടെ കഥകളി ക്ലബിന്റെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എത്ര എണ്ണം കണ്ടിട്ടുണ്ട്? കുറെ എണ്ണൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും എല്ലാ മാസവും നടത്താറുണ്ട് കഥകളി. കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമായി. രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 95.3 ഔട്ട് ഓഫ് 100.